നമസ്കാരം. പതിരും കതിരും. കാവാലം നാരായണപ്പണിക്കരുടെ പ്രശസ്തമായൊരു നാടകമാണ് അവനവൻ കടമ്പ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ചിത്തിരപ്പെണ്ണും വടിവേലനും ഇരട്ടക്കണ്ണൻ പക്കിയും ദേശത്തുടയനും. ഒപ്പം ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരീക്ഷകളുമുണ്ട്. വാലടിക്കാവിലെ ഉത്സവം കാണാൻ ഞങ്ങളും പോന്നേ എന്ന് പാടിക്കൊണ്ട് എല്ലാവരും പോവുകയാണ്. പക്ഷേ കാല് കവച്ച് വെച്ച് ഒരു വേലി കടക്കണം. അരവേലി കടമ്പ. സകലരും തട്ടിവീണ ഒരു കടമ്പയാണത്. ലോകത്തെ ജയിച്ചവൻ പോലും തോറ്റു പിന്മാറിയ ഒരു കടമ്പ, അവനവൻ കടമ്പ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന കടമ്പ കടക്കാനുള്ള ചില മേളങ്ങൾ കണ്ടപ്പോഴാണ് കാവാലത്തെ ഓർത്തുപോയത്. വലിയ പൊട്ടും കുത്തി കുറേ പാട്ടുപരീക്ഷകൾ അരങ്ങ് തകർക്കുകയാണ് ഇപ്പോൾ. ഒരിടത്ത് വൃന്ദാക്കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ തിത്തിത്താര തിത്തിത്തേ, വരവേൽക്കാനാളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി ഞങ്ങൾ വരുന്നേ എന്നാണ് വൃന്ദ കൈകൊട്ടിപ്പാടുന്നത്. വിളപ്പിൽശാലയിലെ EMS അക്കാദമിയിൽ സ്ത്രീകളുടെ മറ്റൊരു സംഘം കൈത്താളമിട്ട് പാടുകയാണ്. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ, ഒരു പിടി അരിക്കായി ഒരുപാട് കൈകൾ നീളുന്നു എന്നും പാടുന്നുണ്ട്. കൈകൊട്ടിപ്പാടിയും താളമിട്ടും ദിവസവും ചുവന്ന പൂക്കൾ വിരിയിക്കുകയാണ് കുറേ സ്ത്രീകൾ. മറ്റൊരു വീഡിയോയിൽ ചിത്തരഞ്ജൻ്റെയും സംഘത്തിൻ്റെയും തിരുവാതിരയും കണ്ടു. വിപ്ലവത്തിലും സഹജമായ നാണത്തോടെ ആർ ബിന്ദുവിൻ്റെ കുമ്മിയടിയും പ്രചരിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് വിപ്ലവ ഗായികയായ PK മേദിനി പാടുന്നുണ്ട്. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, പുളകങ്ങളെ വീരപുളകങ്ങളെ. പക്ഷേ ഈ പാട്ട് ഏറ്റുപാടാൻ നിൽക്കുന്ന ചിന്താ ജെറോമും CS സുജാതയും അടക്കമുള്ള ഒരൊറ്റ സഖാക്കളും വരികൾ തെറ്റാതെ പാടാൻ ശ്രമിക്കുന്നില്ല. ഈ പാട്ട് ചിന്തയുടെ FB പേജിലൂടെ കേൾക്കുമ്പോൾ മറ്റൊരു വാർത്ത കാണുകയായിരുന്നു. TP കേസിലെ പ്രതികൾ ഹൈക്കോടതിയോട് യാചിച്ചത്രേ, ഞങ്ങൾ കുടുംബത്തിൻ്റെ ആശ്രയമാണ്, ഞങ്ങൾക്ക് അമ്മയും പെങ്ങളുമുണ്ട്. പിണറായി വിജയനോടും ഗോവിന്ദനോടും പോയി പറയും സഖാക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ കാത്തോളി എന്ന്. ഇതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെയാണ് ഈ പാട്ട് സംഘം, ഈ പാട്ടുപരീക്ഷകൾ ആട്ടം നടത്തുന്നത്. പാട്ടിലൂടെ പാർട്ടി എന്നതാണ് ഇവരുടെ നയം. എന്നാൽ ആലത്തൂരുകാരി രമ്യ ഹരിദാസോ കൊല്ലത്തെ ബിന്ദു കൃഷ്ണയോ എങ്ങാനും പാടിപ്പോയാലോ ആ സ്ത്രീകളെ ഇവറ്റകൾ ആക്ഷേപിക്കും. എല്ലാം ഞങ്ങളുടേതാണ്, കലയും ഞങ്ങളുടേത്, കൊലയും ഞങ്ങളുടേത് എന്നാണ് ഭാവം. നാട്ടിലെ വിഷയങ്ങളൊന്നും അറിയാതെയാണ് ഈ സഹാത്തികളുടെ കുമ്മിയടിയും തിരുവാതിരയും. വിപ്ലവഗാനം പാടി നിങ്ങൾ കൈകൊട്ടിയാൽ തൊഴിലുറപ്പുകാർക്ക് കൂലിയും ക്ഷേമ പെൻഷൻകാർക്ക് ധർമ്മക്കാശും കിട്ടുമോ? സപ്ലൈകോയിൽ സാധനങ്ങൾ വരുമോ? ആശുപത്രിയിൽ മരുന്നെത്തുമോ? ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടാൽ നാട്ടിലെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചിരുന്ന ടീംസാണിത്. നിങ്ങൾ കൈകൊട്ടിയാലോ കുമ്മിയടിച്ചാലോ പിണറായി വിജയൻ വാങ്ങിക്കൂട്ടിയ കമ്മീഷനും മുക്കിയ കോടികളും തിരിച്ചു കൊടുക്കുമോ? മകള് മാസപ്പടി സർക്കാരിന് കൊടുത്ത് മാതൃക കാട്ടുമോ? ഏത് അരാജകത്വത്തെയും അഴിമതിയെയും പ്രതിരോധിക്കാനുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളാണ് പാട്ടും മേളവും ഇവൻറ്റുകളും ഡാൻസ് പാർട്ടികളും. പ്രധാന വിഷയങ്ങളോ സർക്കാർ ചെന്ന് പെട്ടിരിക്കുന്ന ചെളിക്കുണ്ടോ ഒന്നും ഓർത്ത് പ്രവർത്തകർ ദണ്ണിക്കരുത്. അതുകൊണ്ട് കിട്ടുന്ന വേദികളിലെല്ലാം കുമ്മി അടിച്ചോണം. സന്തോഷം കണ്ടെത്താനുള്ള എല്ലാ വഴികളും പാർട്ടി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള നേതാക്കളൊക്കെ എന്തൊരു ഭാവാഭിനയങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. സമൂഹത്തെപ്പറ്റി ഓർത്തിട്ട് അവരാരും ഇപ്പോൾ ഉറങ്ങുന്നതേയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിക്ക് ചെന്ന് കിടന്നുറങ്ങുന്ന മുകേഷിനെ ഏത് ആരാധകനും ഇനി വിളിക്കാം, ആരാധിക്കാം. പ്രായം മറന്ന് അദ്ദേഹം മറുപടി പറയും. പാവം മുകേഷിന് തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും മകാരങ്ങൾ ചേർത്ത് ഒന്നും പ്രയോഗിക്കാനുള്ള അവകാശമില്ല. തെറിയുടെ ഗുണഘോഷങ്ങളൊന്നും ഉരിയാടാതെ ആരാധകരെ അദ്ദേഹം ശാന്തരാക്കും. തോമസ് ഐസക് പത്തനംതിട്ടയിലെ മുഴുവൻ അഭ്യസ്തവിദ്യരെയും ഉദ്യോഗത്തിൽ കയറ്റിയിട്ട് മാത്രമേ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകൂ. അച്ചായൻ്റെ കോൺക്ലേവുകളും കോളിനോസ് പുഞ്ചിരിയും കാണുമ്പോൾ പണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞത് അങ്ങ് ഓർമ്മ വരികയാണ്. തോമാച്ചാർ പാവമാ, പക്ഷേ തരം കിട്ടിയാൽ മൂന്നാറിലേക്ക് വിളിക്കും. അച്ചായൻ ഉദ്ഘാടനം ചെയ്ത ജനകീയ ഹോട്ടലുകളൊക്കെ കഴിഞ്ഞ കുംഭത്തിലെ പൂട്ടിപ്പോയി. സ്വപ്ന സുരേഷിൻ്റെ കരിമ്പട്ടികയിൽപ്പെട്ട ഐസക്കിന് മാത്രമേ പാർട്ടി ഇത്തവണ സീറ്റ് കൊടുത്തുള്ളൂ. ഐസക്ക് സ്വന്തം മാനത്തിന്
എന്തെങ്കിലും വിലയിട്ടിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളാൻ പാർട്ടി പറഞ്ഞതാണ്. എന്നിട്ടും ഇന്നോളം അച്ചായൻ കോടതിയിൽ പോയിട്ടില്ല. അപ്പോൾ ഈ ധനതത്വശാസ്ത്രകാരൻ്റെ മാനത്തിന് വിലയില്ല എന്നാണോ അർത്ഥം? തോമസ് ഐസക് പാർലമെന്റിലേക്ക് വരാൻ പോകുന്നതറിഞ്ഞ് നിർമ്മല സീതാരാമന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോകമറിയുന്ന മസാല ബോണ്ടിൻ്റെ ഉപജ്ഞാതാവും ധനതത്വശാസ്ത്രജ്ഞനുമാണ് തോമസ് ഐസക്. സംവാദത്തിന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി. വി.ഡി. സതീശനെ സംവാദത്തിന് വിളിക്കുന്ന അതേ നാവുകൊണ്ട് സ്വപ്നയെ മൂന്നാറിനും വിളിച്ചെന്നിരിക്കും. ഇത്രയൊക്കെ ധനമാനേജ്മെൻ്റ് അറിയാമായിരുന്നിട്ടും പിണറായി വിജയൻ എന്താണ് ഐസക്കിനെ കോരി കരക്കി വെച്ചത്? ഇതുപോലെ ആവശ്യം വരുമ്പോൾ പ്രയോഗിക്കാനായി എടുത്ത് ഭരണത്ത് വെച്ചിരുന്നതാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ നമുക്ക് അയ്യേ എന്ന് പറയാൻ തോന്നും. എന്നാൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ നോക്കുക, അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് പാടാൻ തോന്നും. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. നന്ദി.